തിരുവനന്തപുരത്ത് മയക്കുമരുന്നുമായി ടെക്കി പിടിയിലായി. ടെക്നോ പാർക്കിലെ പ്രമുഖ കമ്പനിയിലെ ഡാറ്റ എഞ്ചിനീയർ മിഥുൻ മുരളിയാണ് 32 ഗ്രാം MDMA-യുമായി പിടിയിലായത്. ടെക്കികൾക്ക് ലഹരി വിൽക്കുന്നയാളാണ് ഇയാൾ. അനന്തകൃഷ്ണൻ നൽകും വിവരങ്ങൾ. അനന്തൻ, ഈ ടെക്കികൾക്കിടയിലൊക്കെ തന്നെ മയക്കുമരുന്ന് വ്യാപനം, ഉപയോഗം എന്നൊക്കെയുള്ള സംശയങ്ങളും ഒക്കെ നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരാൾ പിടിയിലാകുന്നത്. ഇയാളുടെ പ്രവർത്തന രീതി സംബന്ധിച്ചൊക്കെ പ്രജീഷ്, തലസ്ഥാന നഗരത്തിലെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ, കോളേജുകളൊക്കെ കേന്ദ്രീകരിച്ച് ലഹരി വിൽപ്പന ഉണ്ട്, ലഹരി കച്ചവടം നടക്കുന്നു എന്നൊക്കെ നമ്മൾ നേരത്തെ വാർത്ത നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ടെക്നോ പാർക്ക് കേന്ദ്രീകരിച്ച് ലഹരി ഇടപാടുകൾ നടക്കുന്നു എന്നുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. ടെക്നോ പാർക്കിലെ IT പ്രൊഫഷണലുകൾക്ക് മയക്കുമരുന്ന് വിതരണം ചെയ്യുന്ന സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് ഇന്ന് എക്സൈസിൻ്റെ പിടിയിലായത്. മുരുക്കുമ്പുഴ സ്വദേശി. ഇയാൾ ടെക്നോ പാർക്കിന് സമീപം വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുകയാണ്. മിഥുൻ മുരളി എന്നാണ് പേര്. ഇയാളെയാണെന്ന് MDMA-യും കഞ്ചാവും ഒക്കെ ആയിട്ട് എക്സൈസ് കഴക്കൂട്ടത്ത് നിന്ന് പിടികൂടിയത്. 32 ഗ്രാം MDMA-യും 75,000 രൂപയും കഞ്ചാവ് പൊതികളും ഇയാളിൽ നിന്ന് കണ്ടെടുത്തിട്ടുണ്ട്. ഇയാൾ സാധാരണ മറ്റ് നാട്ടുകാർക്കൊന്നും, അല്ലെങ്കിൽ ഈ സാധാരണ ലഹരി ഉപയോഗിക്കുന്നവർക്കൊന്നും ഈ മയക്കുമരുന്ന് നൽകാറില്ല, വിൽപ്പന നടത്താറില്ല. അതുകൊണ്ട് എക്സൈസിന് ഇയാളെ നേരത്തെ പിടികൂടാൻ വലിയ പ്രയാസമായിരുന്നു. പക്ഷേ ഇയാൾ വഴി മയക്കുമരുന്ന് ഇടപാട് നടക്കുന്നുണ്ട് എന്നുള്ളത് എക്സൈസിന് അറിയാമായിരുന്നു. അങ്ങനെ ഇയാളെ നിരീക്ഷണത്തിലാക്കി. അങ്ങനെയാണ് ഇന്ന് ഈ MDMA കൈമാറ്റം നടക്കുമ്പോൾ എക്സൈസ് പിടികൂടിയത്. ബംഗളൂരുവിൽ നിന്നാണ് ഇയാൾ MDMA തിരുവനന്തപുരത്ത് എത്തിക്കുന്നത്. നമ്മൾ ഇന്നലെയും വൈകിട്ട് സംസാരിച്ചാണ് ഈ തിരുവനന്തപുരത്ത് ഈ ടെക്കികൾക്കിടയിൽ IT മേഖലയിൽ കേന്ദ്രീകരിച്ച് അവരെ റാഞ്ചി, അവരുടെയൊക്കെ തന്നെ ലഹരി പാർട്ടികൾ, ലഹരി ഉപയോഗം നടക്കുന്നതായിട്ടുള്ളൊക്കെയുള്ള രഹസ്യ വിവരങ്ങൾ. അപ്പോൾ ഇതൊരു പ്രധാനപ്പെട്ട കണ്ണിയായി എക്സൈസ് സംഘം കരുതുന്നുണ്ടോ? കൂടുതൽ പരിശോധനകൾ, ഇയാളുടെ ബന്ധങ്ങൾ, ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതല്ലേ? ഉണ്ട് പ്രജീഷ്. കാരണം കഴക്കൂട്ടത്ത് ചില ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച്, ചില രഹസ്യ കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചൊക്കെ ലഹരി ഇടപാടുകളും ലഹരി പാർട്ടികളും നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കറിയാം. അത്തരം വിവരങ്ങളുമുണ്ട്. എക്സൈസിനും ഇതുമായി ബന്ധപ്പെട്ട് ചില ബുദ്ധിമുട്ടുള്ളത്. ഇപ്പോൾ ഈ മിഥുൻ മുരളിയെ പിടികൂടാൻ തന്നെ എക്സൈസ് കുറച്ച് ദിവസം എടുത്തു. കാരണം ഇയാൾ ഈ പുറത്ത് ആൾക്കാർക്കൊന്നും അങ്ങനെ ലഹരി വിൽപ്പന നടത്താറില്ല. IT പ്രൊഫഷണലുകൾക്ക് ആണ്. ഇയാൾ ടെക്നോ പാർക്കിലെ ഒരു പ്രമുഖ IT കമ്പനിയിലെ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ്. അപ്പോൾ ഇയാൾ ടെക്നോ പാർക്കിനുള്ളിൽ കടന്നുള്ള പരിശോധന, അങ്ങനെയുള്ള ഇടപാടുകളൊന്നും എക്സൈസിന് നടക്കില്ല. അപ്പോൾ ഇന്ന് മൺവിളയിൽ വെച്ച് ഇയാൾ MDMA കൈമാറാൻ നേരമാണ് ഇയാളെ കൈയോടെ പിടികൂടിയത്. 75,000 രൂപയും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. ഇത് ഈ ലഹരി വിൽപ്പനയിലൂടെ അയാൾ സമ്പാദിച്ച പണമാണ്. അപ്പോൾ ബാംഗ്ലൂരുവിൽ നിന്ന് ഇയാൾ MDMA പോലുള്ള ലഹരി വസ്തുക്കൾ ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നുവെന്നാണ് എക്സൈസ് പറയുന്നത്. നേരത്തെ തന്നെ ഇയാൾ നിരീക്ഷണത്തിലായിരുന്നു. കൂടുതൽ ഇത്തരം പ്രൊഫഷണലുകളെ കേന്ദ്രീകരിച്ച് കൂടുതൽ ലഹരി ഇടപാടുകൾ നടത്തുന്ന കണ്ണികൾ ഉണ്ട് എന്നാണ് എക്സൈസിന്റെ വിവരം. അത്തരം വിവരങ്ങൾ ഇയാളിൽ നിന്ന് ലഭിക്കുമെന്നാണ് എക്സൈസ് നൽകിയത്. അങ്ങനെ ടെക്കികൾക്കിടയിൽ ലഹരി മരുന്ന് വിൽക്കുന്ന ആളെയാണ് പിടിയിലായിരിക്കുന്നത്. ഇദ്ദേഹം ടെക്കിയാണ്. ഇദ്ദേഹത്തിലൂടെ ഇത് ആർക്കൊക്കെയാണ് കൈമാറിയത്, ആരൊക്കെയാണ് ഇതിൽ വലയിൽ കണ്ണികളായിട്ടുള്ളത്, ഇതൊക്കെ തന്നെ എക്സൈസ് പരിശോധിക്കേണ്ടതാണ്, മുന്നോട്ട് പോകേണ്ടതാണ്.